ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും ഈ മേഖലയിൽ എത്രത്തോളം നാശം കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴ ഉണ്ടാക്കിയെന്നുള്ളത്. ഇതിപ്പോൾ പൂച്ചപ്ര ദേവരുപാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു. അങ്ങ് മുകളിൽ നിന്നാണ് ഈ ഉരുൾ പൊട്ടിയെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ പാറക്കല്ലുകൾ അടക്കം താഴേക്ക് പതിച്ചിട്ടുണ്ട്. ഇതിന്റെ താഴത്തും വലിയ രീതിയിൽ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് റബ്ബർ മരങ്ങളൊക്കെ, റബ്ബർ തോട്ടങ്ങൾ, റബ്ബർ കൃഷിക്കാണ് കൂടുതൽ നാശമുണ്ടായിരിക്കുന്നത്. അവിടെ വ്യാപകമായി കൃഷി നശിക്കുകയും അതോടൊപ്പം തന്നെ മറ്റു നാശം ആളിയാനിക്ക് പോകുന്ന ഒരു പ്രധാന പാത കൂടിയാണ്. ആ ഇനി വലിയ കല്ലുകളും അതോടൊപ്പം തന്നെ ചെളിയും ഒക്കെ മാറ്റിയാൽ മാത്രമേ ഇതുവഴിയുള്ള ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയൂ. ഇതേപോലെയാണ് മറ്റു സ്ഥലങ്ങളിലും. ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരു സംഭവം മാത്രമല്ല, പല സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ വലിയ മലവെള്ളപ്പാച്ചിലും അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. 5 കുടുംബങ്ങളെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. 2 വീടുകൾ ഏതാണ്ട് പൂർണ്ണമായും തകർന്നു എന്നുള്ള തന്നെ പറയാം. പ്രത്യേകിച്ച് കരുത്തിലങ്ങാടാണ്. അവിടെ ഒരു വീട്ടിൽ അതിന്റെ മുകളിലേക്ക് മണ്ണിടിച്ച് വീഴുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആ വീട്ടിൽ കുരുങ്ങി പോവുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഏതാണ്ട് 2 മണിക്കൂറോളം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിയ ശ്രമത്തിന് ശേഷം മാത്രമാണ് അവിടെ നിന്ന് അവരെ പുറത്ത് എത്തിയെടുക്കാൻ കഴിഞ്ഞത്. ആ വീട്ടിൽ ഈ വാസയോഗ്യമല്ലാത്ത തരത്തിലേക്കായി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ അവിടെ താമസിക്കുന്നില്ല എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ അവിടെ താമസിക്കുന്നില്ല എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ. ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എപ്പോഴാ ഉരുൾപൊട്ടലുണ്ടായത്? 6:30 ഞങ്ങളൊരു 10 മിനിറ്റ് ആയുള്ള ഇവിടുന്ന് അങ്ങ് പോയിട്ട് രാഘവരെ രക്ഷപ്പെട്ടു. ഇതിനു മുമ്പ് ഇവിടെ ഉരുൾപൊട്ടലുണ്ടായിരുന്നു? ഇല്ല, ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ചേട്ടാ, വലിയ ശക്തമായ മഴയായിരുന്നു ഇന്നലെ? ഭയങ്കര മഴയായിരുന്നു. 2 മണിക്കൂർ തുടങ്ങിയ മഴയാണ്. അതിശക്തമായ മഴയായിരുന്നു. അത് തുടർന്നുകൊണ്ടിരുന്നു. അപ്പൊ 2 ആദ്യത്തെ 5:45 ആദ്യം ഉരുൾ വരുന്നത്. ഞങ്ങൾ തിരുവാർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വഴി കടക്കാൻ പറ്റാതെ ഞങ്ങൾ അപ്പുറം നിൽക്കുമ്പോഴാണ് 6:30 ആകുമ്പോൾ രണ്ടാമത്തെ ഉരുൾ വരുന്നത്. ഞങ്ങൾ അവിടെ നോക്കി നോക്കുന്നു. വലിയ മരങ്ങൾ ഉൾപ്പെടെ ഭയങ്കരമായിട്ടുള്ള മരങ്ങൾ ഉൾപ്പെടെയാണ് ഒഴുകി പോകുന്നത്. ഞങ്ങൾ ഓടി അവിടുന്ന് അപ്പോഴേക്കും ആ ലൈൻ വീണിട്ട് ഒരു പോസ്റ്റ് ഒരു തെങ്ങയെ തട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ 3 പേര് രക്ഷപ്പെട്ടത്. ഞങ്ങൾ അതിന്റെ അടിയിൽ പോകുമായിരുന്നു. ഞങ്ങൾ 3 പേര്. ഇനിയിപ്പോ ഇതുവഴിയുള്ള ഗതാഗതം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴത്തേക്കും മുഴുവൻ ഉരുൾപൊട്ടുണ്ട്. ഇത് എന്നെ അറിയില്ല. ഞങ്ങൾ തിരിച്ചു പോയില്ല. എന്റെ വീട് അപ്പുറയാണ്. ഞാൻ ഇതുവരെ പോയില്ല. വീട്ടിലേക്ക് പോയില്ല? ഇതുവരെ പോയില്ല. അവിടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. ഒരാൾ ഞങ്ങൾ കടന്നുപോയി. ഒരു പിള്ളേക്കെ സ്വാമി പറഞ്ഞു. പുള്ളി കടന്നുപോയി. ഞാനിപ്പോ അവിടെ ഇവിടെ വന്നുള്ളൂ. പ്രജീഷ്, ഇതേപോലെയാണ് പലരും ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായതിനെ തുടർന്ന് വീട്ടിലേക്ക് പോലും പോകാതെ ബന്ധുവീടുകളിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും മാറിയിരിക്കുകയാണ്. ഇന്നലെ ഏതാണ്ട് 3 മണി മുതൽ ആണ് മഴ ആരംഭിച്ചത്. ഏതാണ്ട് 7-7:30 വരെ അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ചെറിയ മഴയുണ്ടായിരുന്നു. അതിനുശേഷം ആകാശം ശരിക്കും തെളിഞ്ഞതാണ്. പക്ഷെ വീണ്ടും വലിയ രീതിയിൽ മൂടിക്കെട്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഏത് സമയത്ത് പോലും വേണമെങ്കിലും മഴ പെയ്യാൻ സാധ്യതയുള്ള രീതിയിലാണ് ജില്ലയിൽ പൊതുവെയുള്ള